ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വൈറ്റ് റൈസിൻ്റെ ഒപ്പമാണെങ്കിലും പൊറോട്ട, ചപ്പാത്തി, വെള്ളയപ്പം, നൂലപ്പം ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പിന്നാലേക്കായിട്ട് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം, അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞളിൻ്റെ ഒരു കുത്തുണ്ടാവില്ലേ, അതൊന്ന് പോയി കിട്ടണം, അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിക്കുത്തൊന്ന് പോയി കിട്ടട്ടെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അത് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് തുടർച്ചയായിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് 5 മിനിറ്റ് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മസാലയും ചിക്കനും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 5 മിനിറ്റ് ഞാനത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുറി നാളികേരത്തിൻ്റെ പാല് കേട്ടോ, അതിനെ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 പാല് 2 പാല് അങ്ങനെയൊന്നുമില്ല, എല്ലാ പാലും കൂടിയിട്ട് ഒരുമിച്ച് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് ചിക്കൻ കറി നല്ലപോലെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്കിതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞത് ഇതേപോലെ വലിപ്പത്തിലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് അല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങ് കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ള നാളികേരപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലി എന്ന് പറഞ്ഞ പോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
ചപ്പാത്തിയിലേക്കാണെങ്കിലും പൊറോട്ടയിലേക്കാണെങ്കിലും അതുപോലെ തന്നെ നൂലപ്പം, വെള്ളയപ്പം ഇതിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. അതുമാത്രമല്ല വൈറ്റ് റൈസിലേക്ക് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ, അത്രയും ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇച്ചിരി ഗ്രേവി ടൈപ്പാണ്. ഇനി നിങ്ങൾക്ക് തീരെ ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി, അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചപ്പാത്തിലേക്കൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഗ്രേവി ടൈപ്പ് ആണല്ലോ വേണ്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.